ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ച് അടിപൊളിയായില്ലേ? അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ചാണ്. കുട്ടികളെ കുറിച്ചാണ്. അപ്പം ഇന്നങ്ങനെ സംസാരിക്കാനുണ്ടായൊരു കാരണം ഒരു പോസ്റ്റ് തന്നെയാണ്. പുതിയ തലമുറ അപകടകാരിയാണോന്നാ, അപകടത്തിലേക്കാണോ പോക്കെന്നാ, അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ഹെഡിങ്. കുട്ടികളെ കുറിച്ചാണ്, പുതിയ തലമുറകളെ കുറിച്ച്. അപ്പോൾ എന്താന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ച് തന്നെ കുട്ടികൾക്ക് ലക്ഷ്യബോധം ഇല്ല, അഭിമാനം നോക്കുന്നില്ല, കടമയില്ല, കടപ്പാടില്ല, ഉത്തരവാദിത്ത ബോധമില്ല. പിന്നെ അപ്പപ്പത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കാം. ഇന്നത്തെ അവസ്ഥ എന്തോ ഇന്ന് അങ്ങനെ ജീവിക്കാം, നാളത്തെ അവസ്ഥ എന്തോ നാളെ അങ്ങനെ ജീവിക്കാം. അത് ഞാൻ പറയണത് അത് അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇന്ന് ജീവിക്കാം, നാളത്തെ സാഹചര്യത്തിനനുസരിച്ച് നാളെ ജീവിക്കാം. അതിനൊരു പ്ലസ് പോയിന്റ് ഉണ്ട്, ഒരു മൈനസ് പോയിന്റ് ഉണ്ട്. കാരണം പിന്നെ ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാട്ടോ. ഓരോ സ്വഭാവങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അങ്ങനെ ഇഷ്ടങ്ങളുണ്ടാവും, ഇഷ്ടക്കേടുകളുണ്ടാവും, അതേപോലെ തന്നെ ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരാൾക്ക്, എനിക്ക് എൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് പുലർത്തുന്ന ആൾക്ക് ഒരിക്കലും ഇന്നത്തെ സാഹചര്യം അല്ല നാളെയെങ്കിൽ നാളെ അവർക്ക് മാറാൻ പറ്റില്ല. അങ്ങനെ സ്വഭാവം അങ്ങനെ ഒരു കാര്യമുണ്ട്. നാളെ അവർക്ക് മാറാൻ പറ്റില്ല. അവർ ഇന്ന് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ അവർ നാളെയും ജീവിക്കും. പിന്നെ അതാണ് മൈനസ് പോയിന്റ്. പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ഇന്ന് ജീവിച്ച് നാളത്തെ സാഹചര്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് ഒരു പ്ലസ് പോയിന്റാണ്. അപ്പോൾ അതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് കുട്ടികൾക്കൊരു ലക്ഷ്യബോധം ഇല്ല, അതല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണം ഇല്ല, പിന്നെ എന്താ പറയുക, ഒരു കണക്കൂട്ടലുകളില്ല എന്നാണ് ഇപ്പോൾ പോസ്റ്റിൽ കണ്ട കാര്യം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്. ഞാൻ ബിരിയാണി തിന്നാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ബിരിയാണി തിന്നാത്ത ആളാണെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്നൊരു വീട്ടിൽ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ചെന്ന് പെട്ട് എനിക്ക് ആ സമയത്ത് അവിടെ സാദാ ചോറ് കിട്ടാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാനത് തിന്നില്ല. ആ തിന്നാതിരിക്കൽ ഒരു മൈനസ് പോയിന്റാണ്. അപ്പോൾ ആ സമയത്ത് അതേ ഉള്ളൂ, അപ്പോൾ അത് കഴിക്കണം. അത് കഴിക്കാൻ നിർബന്ധിതമാകുമ്പോൾ നമ്മളത് കഴിക്കണം. അപ്പോഴാണ് മാറ്റം ഉണ്ടാവുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ സാഹചര്യമല്ല നാളെ എന്ന് വെച്ചാൽ നാളെ നമ്മൾ മാറണം. അത് വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. പിന്നെ വെച്ചാൽ ഒരു ദീർഘവീക്ഷണമില്ല. നാളെയും വേണം ജീവിക്കുക, അല്ലെങ്കിൽ നാളെ ഇന്നതാവണം, അങ്ങനെ ഒന്നും ഇല്ല. അതന്നെ ഇന്ന് അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോവുക, എവിടെ എത്തണോടത്തെത്തും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു നിലപാടാണ് കുട്ടികൾക്ക് എന്നുണ്ട്, പുതിയ തലമുറകൾക്ക് എന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? പിന്നെ
മുതിർന്നവരെ കുറിച്ചൊരു ചിന്ത ഇല്ല കുട്ടികൾക്ക്. മുതിർന്ന ആൾക്കാർ, അവരെ മാതാപിതാക്കളെ, അവരെ ഗ്രാൻഡ് ഫാദർ മദർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവരെ കുറിച്ചൊന്നും അവരോടൊന്നും ഒരു റെസ്പെക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു അകത്ത് നിന്ന് ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹം ഇല്ല. പിന്നെ എന്താ പറയുക, അവരുടേതായ ഒരു നിലപാടുകൾക്കൊപ്പം നിൽക്കുക. അതായത് മുതിർന്നവരുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ അവർക്കിഷ്ടമില്ല. പിന്നെ പിന്നെ ഞങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് അവരും ജീവിക്കണമെന്നുള്ള ആ ഒരു ഇതില്ല. ഇവർ പോണ പോക്കിൽ അവരും കൂടെ പോകും, പിന്നാലെ ഇവർ വന്നോളണം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നോട്ടെ, പിന്നാലെ വന്നോട്ടെ എന്നുള്ള ആ ഒരു ഇതാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ല അവർ ഞങ്ങളെ കൂടെ വരണം എന്ന്, ഞങ്ങൾക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്നോട്ടെ, വന്നില്ലേലും കുഴപ്പമില്ല, വരണ്ടെന്നാണ് ഉള്ളിൽ. പക്ഷെ എന്നാലും ചിലപ്പോൾ പറയില്ല, കുട്ടികളങ്ങനെ പറയുക, വേണമെങ്കിൽ വന്നോട്ടെ എന്നുള്ള ആ ഒരു നിലപാടൊക്കെ ഉണ്ട് കേട്ടപ്പം. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ഇത് പറയുക, വീട്ടിലിപ്പോൾ ആരെങ്കിലും ഒന്ന് ഗസ്റ്റ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ വരുമ്പോൾ വല്ല ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ കുറച്ച് ബേക്കറിയോ എന്തെങ്കിലും കൊണ്ടുവന്നു വെച്ചാൽ, വന്നവർ പോണേൻ്റെ മുന്നേ അവർ അത് ഫുള്ള് എല്ലാവരും കൂടി പങ്കിച്ച് തിന്നുണ്ടാവും. അപ്പോൾ അത് വല്യമ്മക്ക് കൊടുക്കണം, വല്യപ്പക്ക് അച്ഛമ്മക്ക് കൊടുക്കണം, അമ്മമ്മക്ക് കൊടുക്കണം, ഉമ്മാക്ക് കൊടുക്കണം, അല്ലെ ഇക്കാമാർക്ക് കൊടുക്കണം, താത്താമാർക്ക് കൊടുക്കണം. കുഞ്ഞനിയന്മാരുണ്ടെങ്കിൽ ചെറിയ കുട്ടി അത് എടുത്ത് കഴിക്കാൻ പാകമാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കണം. അങ്ങനത്തെ ഒരു ചിന്ത ഇല്ല കുട്ടികളുടെ കാര്യം. അവരത് ഫുള്ള് കഴിക്കും. അത് ഓരോന്നോരോന്ന് ഈ ആൾക്കാർ പോണതിൻ്റെ മുന്നേ അവരത് ഫുള്ള് തിന്ന് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാം കുട്ടികൾക്ക് അറിവില്ലാണ്ടല്ലേ, പക്ഷെ അത് അറിവില്ലാണ്ടല്ല. അത് അവരങ്ങനെ നമ്മൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ പഠിപ്പിക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. അതങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അവർക്കൊക്കെ കൊടുക്കണം. അവർക്ക് വലിയ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളെന്താ, അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് എവിടുന്നായാലും ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെന്താ പോവുക, അതിൻ്റെ കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പേരെ കുട്ടികൾക്ക് കൊടുക്കാമെന്നല്ല എൻ്റെ മനസ്സിൽ പോവുക. പക്ഷെ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയല്ല, അതിൻ്റെ വല്യമ്മക്ക് കൊടുക്കണം, അതല്ലെങ്കിൽ പിന്നെ എൻ്റെ വല്യമ്മയുടെ ഉമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛമ്മ അമ്മമ്മ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചെറിയ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുറേ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊന്നും കൊടുക്കണമെന്ന് ഇവരുടെ മനസ്സിലുണ്ടാവില്ല. അവരാ ഒരു ശീലം തന്നെ ഇങ്ങനെ ഇതാക്കി വരും. അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ കാര്യങ്ങളാണ് ഇന്നിപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പിന്നെ വെച്ചെങ്കിൽ കാലത്തിനൊപ്പം മാറണം എന്നുള്ളതും അതും വേണ്ടത് തന്നെയാണ്. കാലത്തിൻ്റെ ഒപ്പം മാറണം. പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ 1 കിലോ അരി വാങ്ങാൻ പണക്കാരൻ ചെന്നാലും പാവപ്പെട്ട ചെന്നാലും ഒരേ വില തന്നെയാണ്. എന്നപോലെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ 40 ആൾ കൂടി എടുത്ത് ചെല്ലുമ്പോൾ അവിടേതായ അവിടുത്തെ ഒരു ഇതുണ്ടാവും. അപ്പം അതിന് നമ്മൾ ഈ മുതിർന്നവരൊന്നും ചിലപ്പോൾ ഇവരുടെ ഇഷ്ടത്തിന് പെരുമാറുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ അവിടുത്തെ ആ ഒരു ഇത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ പെരുമാറേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും നമ്മൾക്ക് മനസ്സിലങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ